മറക്കാൻ കഴിയാത്ത ഒരുപാട് ഇന്നും മലയാളിയുടെ മനസ്സുകളെ കോരിത്തെരിപ്പിക്കുന്ന വരച്ചിട്ട് കോറിയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സാഹിത്യ സൃഷ്ടികൾക്കൊപ്പം മലയാള ചലച്ചിത്ര രംഗത്ത് നൽകിയ സംഭാവനകളുടെ ദൃശ്യശകലങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അതൊക്കെ എം ഡിയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള എം ഡിയിലെ സാഹിത്യകാരനെ ഒരു എത്ര ദശകങ്ങൾ കഴിഞ്ഞാൽ പോലും എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും അത് അവിടെ തന്നെ എം ഡി എന്ന ഒരു സ്ഥാനം അത് ശൂന്യതയോടുകൂടി നിൽക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഉദാഹരണമാണ്. നേരത്തെ പ്രവേശ് പറഞ്ഞതുപോലെ തന്നെ നിലപാടുകളുടെ കാര്യത്തിൽ കർക്കശക്കാരനായിരുന്നു. അത് അദ്ദേഹം വളർന്നു വന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ പോലും സാഹിത്യരൂപേണ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ എഴുതാൻ പോലും മടി കാണിക്കാതെ തുറന്നു പറഞ്ഞ ഒരു തലയെടുപ്പുള്ള ഒരു സാഹിത്യകാരൻ. അങ്ങനെയൊക്കെ വിശേഷിക്കുമ്പോൾ ഇപ്പോഴത്തോളം എം ടിയുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയും? അദ്ദേഹം ഏതെങ്കിലും വിവാദങ്ങളിൽ ഇടപെടുകയോ നിരന്തരം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കുകയോ ചെയ്യുന്ന ഒരു എഴുത്തുകാരനല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, കിളിവാതിൽ എന്ന് പറഞ്ഞ് പിന്നീട് അതിനെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പുസ്തക രൂപത്തിൽ. ആ ലേഖന അല്ലെങ്കിൽ ആ എഡിറ്റോറിയലിലൊക്കെ തന്നെ അദ്ദേഹം വളരെ നിശിതമായ സാമൂഹിക വിമർശനങ്ങൾ ആ ലേഖനങ്ങളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല അന്നത്തെ സാമൂഹിക വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വർത്തമാനകാല വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിരവധി കുറിപ്പുകൾ അദ്ദേഹം ആ കിളിവാതിൽ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയലിലൂടെ ആഴ്ചപ്പതിപ്പിലൂടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റു ലേഖനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് നിസ്സംശയം അറിയിക്കാൻ അദ്ദേഹം ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം സാഹിത്യ സംബന്ധിയായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൂടി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിലെ എനിക്ക് തോന്നുന്ന പ്രതിഭാധനരായ ധാരാളം എഴുത്തുകാർ, ബഷീറും തകഴിയും പൊറ്റക്കാടും പൊൻകുന്നം വർക്കിയും കേശവദേവും ലളിതാംബിക അന്തർജനവും പി സി കുട്ടിക്കൃഷ്ണൻ, ഉറുബും വെട്ടൂർ രാമൻ നായരും ഒക്കെ തന്നെ തുടങ്ങിവെച്ച എന്നിവർ തുറന്നിട്ട ഒരു കഥയുടെ അത്ഭുത ലോകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും അദ്ദേഹത്തിൻ്റെ കഥാരചന നടത്തുകയും പിന്നീട് നോവൽ സാഹിത്യരംഗത്തേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്തു. ഈടുറ്റ നോവലുകൾ മലയാളത്തിന് സംഭാവന ചെയ്തു. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംബന്ധിയായ നിലപാടുകളുടെ പ്രഖ്യാപനം കൂടിയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കഥാപാത്രങ്ങളും അവിടുത്തെ പശ്ചാത്തലവുമാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഗ്രാമത്തെക്കുറിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് വിസ്മരിക്കാൻ ഒരു കൃതി പോലും അദ്ദേഹത്തിന് അതിൽ നിന്നും ഒരു വരിയെങ്കിലും കുറിക്കാതെ പോകാൻ. കൂടല്ലൂർ മാത്രമല്ല അതിന് അടുത്തൂടെ ഒഴുകുന്ന നിള എന്ന നദിയെക്കുറിച്ച് തന്നെ ആ പുഴ ഇല്ലാത്ത ഒരു കഥയുമില്ല. മിക്കവാറും ഒരു കഥാപാത്രം പോലെ തന്നെ ഈ കഥകളിലും നോവലിലൊക്കെ തന്നെ അപ്പുണ്ണിയായാലും നായരായാലും ആ കുട്ടിയടത്തി പിന്നീട് വരുന്ന എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ നോവലുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഞാൻ പറയുന്നത് ആ നിളയുടെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കഥകളിലുണ്ട്. അദ്ദേഹം കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്ന പിന്നീട് അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അത് ശരിക്കും ഒരു പരിസ്ഥിതി സംബന്ധമായ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് ശേഷം ആ സ്ഥലത്തേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ ആ കണ്ണാന്തളി പൂക്കളൊക്കെ ഇല്ലാത്തത്, കണ്ണാന്തളി പൂക്കൾ കാണുന്നില്ല എന്ന് മാത്രമല്ല പുഴ എത്രയോ മെലിഞ്ഞിരിക്കുന്നു, പുഴയുടെ രൂപം മാറിയിരിക്കുന്നു, പുഴയുടെ ഒഴുക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ പുഴ തന്നെ മാറിപ്പോയി. എൻ്റെ പുഴയാണോ ഇത് എന്ന് അദ്ദേഹം സംശയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അതാണ് അദ്ദേഹം കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.